മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. മതാതീതമായ ശബരിമലയെ കാലത്തിനനുസരിച്ച് ശക്തിപ്പെടുത്താനാണ് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭഗവത്ഗീതയും ചാന്തോഗ്യ ഉപനിഷത്തും പരാമർശിച്ച് മുഖ്യമന്ത്രിയുടെ പ്രസംഗം. ശബരിമല വികസന നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ 18-അംഗ സമിതി. മുഖ്യമന്ത്രി എത്തിയത് കപടഭക്തനെ പോലെയെന്നും സമ്മേളനത്തിൽ ഒഴിഞ്ഞ കസേരകളെന്നും പ്രതിപക്ഷം. വിദേശ രാജ്യങ്ങളോടുള്ള ആശ്രിതത്വമാണ് ഇന്ത്യയുടെ പ്രധാന ശത്രുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കും തോറും പരാജയം കൂടുമെന്നും ഇത് മറികടക്കാനാണ് ആത്മനിർഭർ ഭാരതമെന്നും പ്രധാനമന്ത്രി. കുടിയേറ്റം നിയന്ത്രിക്കാൻ കർശന നടപടിയുമായി അമേരിക്ക. H-1B വിസ അപേക്ഷയ്ക്കുള്ള ഫീസ് 88 ലക്ഷം രൂപയാക്കി ഉയർത്തി. മാതാമൃതാനന്ദമയി മഠത്തിന്റെ അമൃതകീർത്തി പുരസ്കാരം സാഹിത്യകാരനും പ്രഭാഷകനുമായ PR നാഥന്. ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് പുരസ്കാരമെന്ന് PR നാഥൻ. അമ്മയുടെ ജന്മദിനമായ സെപ്റ്റംബർ 27 പുരസ്കാരം സമ്മാനിക്കും. അമ്മയുടെ പിറന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി ലോക ശുചീകരണ ദിനത്തിൽ ഭക്തരുടെ മെഗാ ശുചീകരണ യജ്ഞം. മലയാളത്തിന്റെ അഭിമാനം മോഹൻലാലിന് ഇന്ത്യൻ സിനിമയിലെ പരമോന്നത ബഹുമതി. 2023 ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം ലാലിന്. തലമുറകളെ പ്രചോദിപ്പിക്കുന്നതിനാണ് മോഹൻലാലിന്റെ സിനിമാ യാത്രകളെന്ന് വാർത്താവിതരണ മന്ത്രാലയം. പുരസ്കാരം ചൊവ്വാഴ്ച സമ്മാനിക്കും. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ അഭിനന്ദന പ്രവാഹം. സദ്ഗുരു ശ്രീ മാതാമൃതാനന്ദമയി ദേവിക്കും ഈശ്വരനും ഒപ്പം നടന്നവർക്കും നന്ദി അറിയിച്ചു മോഹൻലാൽ. തിരുവനന്തപുരത്ത് BJP കൗൺസിലർ ജീവനൊടുക്കി. മരിച്ചത് തിരുമല വാർഡ് കൗൺസിലർ അനിൽകുമാർ. മരണകാരണം സാമ്പത്തിക പ്രതിസന്ധി എന്ന് സൂചന. സംസ്കാരം നാളെ. വാർത്തകൾ വിശദമായി നോക്കാം. മതാതീതമായ ആത്മീയ ഉദ്ഘോഷിക്കുന്ന ശബരിമലയെ ശക്തിപ്പെടുത്തുന്നതിനാണ് ആഗോള അയ്യപ്പ സംഗമമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആകെ 1033 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ശബരിമലയിലും അനുബന്ധമായും നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇതിന്റെ ഭാഗമായി ശബരിമല മാസ്റ്റർ പ്ലാൻ ഉൾപ്പെടെ പ്രധാനപ്പെട്ട 3 വിഷയങ്ങളിൽ ചർച്ചകളും വിവിധ വേദികളിലായി നടന്നു. അതേസമയം സമാപന സമ്മേളനത്തിൽ അടക്കം പ്രതിനിധികളുടെ പങ്കാളിത്തം കുറവായിരുന്നു എന്ന ആക്ഷേപം ശക്തമാണ്. പ്രൗഢഗംഭീരമായ വേദിയിലാണ് പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത്. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ അയ്യപ്പ ശ്ലോകത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. ഭഗവത്ഗീതയിലെ ഭക്തരുടെ ലക്ഷണം വ്യക്തമാക്കുന്ന ശ്ലോകമുദ്ധരിച്ച് പ്രസംഗിച്ച മുഖ്യമന്ത്രി ഭക്തി പരിവേഷമായി അണിയുന്നവർക്ക് പ്രത്യേക അജണ്ടകൾ ഉണ്ടാകാമെന്ന് പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമത്തിനും സർക്കാരിനുമെതിരെ ഉയർന്ന ആരോപണങ്ങൾക്കും മുഖ്യമന്ത്രി വേദിയിൽ മറുപടി നൽകി. എല്ലാത്തിനും മിത്രമായിരിക്കുന്നവനും എല്ലാവരിലും ദയയുള്ളവനും സുഖദുഃഖങ്ങളിൽ ഭാവഭേദമില്ലാത്തവനും എന്തും ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുന്നവനും ആയിരിക്കും ഭക്തൻ എന്നതാണ് ആ ഗീതാ നിർവചനം. അതിന് നിരക്കുന്ന തരത്തിലുള്ള ഭക്തിയുള്ളവരുടെ സംഘവുമാണ് സത്യത്തിലിത്. 1033 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ശബരിമലയിലും അനുബന്ധമായും നടപ്പാക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ദേവസ്വം മന്ത്രി VN വാസവൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ തമിഴ്നാട് മന്ത്രിമാരായ PK ശേഖർ ബാബു, പളനിവേൽ ത്യാഗരാജ്, സംസ്ഥാന മന്ത്രിമാർ, വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ള സാമുദായിക നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെയും തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിന്റെയും സന്ദേശം സമ്മേളനത്തിൽ മന്ത്രി വായിച്ചു. തുടർന്ന് നടന്ന മാസ്റ്റർ പ്ലാൻ ചർച്ചയ്ക്ക് മുൻ ചീഫ് സെക്രട്ടറി K ജയകുമാറും ആധ്യാത്മിക ടൂറിസം ചർച്ചയ്ക്ക് പ്രധാനമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി TKA നായരും തിരക്ക് നിയന്ത്രണത്തെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് മുൻ DGP ജേക്കബ് പുന്നൂസും നേതൃത്വം നൽകി. വൈകിട്ട് നടന്ന സമാപന സമ്മേളനം മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞ കാര്യങ്ങളുടെ തുടർ പ്രവർത്തനങ്ങൾക്കായി
ദേവസ്വം മന്ത്രി ചെയർമാനും ദേവസ്വം പ്രസിഡന്റ് കൺവീനറുമായ 18-അംഗ സമിതി രൂപീകരിച്ചതായി മന്ത്രി അറിയിച്ചു. അടുത്ത മാസം രാഷ്ട്രപതി ദ്രൗപദി മുർമു ശബരിമലയിൽ ദർശനം നടത്തിയേക്കുമെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി. അതേസമയം സമാപന സമ്മേളനത്തിലടക്കം പ്രതിനിധികളുടെ പങ്കാളിത്തം കുറവായിരുന്നുവെന്ന ആക്ഷേപം ശക്തമാണ്. എന്നാൽ ആഗോള അയ്യപ്പ സംഗമം പ്രതീക്ഷിച്ചതിലും വിജയമാണെന്നും പ്രതിനിധികൾ കുറവാണെന്ന് പറഞ്ഞവർക്ക് കണക്കുകൾ പരിശോധനയ്ക്ക് നൽകാമെന്നും മന്ത്രി VN വാസവൻ പറഞ്ഞു. 2050 വരെയുള്ള ശബരിമലയുടെ സമഗ്ര വികസനമാണ് ആഗോള അയ്യപ്പ സംഗമത്തിൽ ചർച്ചയായത്. ക്യാമറമാൻ ചന്ദ്രജോസിനൊപ്പം പമ്പയിൽ നിന്നും രജിത് കുമാർ, അമൃത ന്യൂസ്. ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി സംസാരിച്ചത് കപടഭക്തനെ പോലെയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയാണ് അയ്യപ്പ സംഗമം നടത്തുന്നത്. ഇതുവരെ ഒന്നും ചെയ്യാതെ ഇപ്പോൾ മാസ്റ്റർ പ്ലാനുമായി ഇറങ്ങിയിരിക്കുകയാണ്. മറ്റുള്ളവരുടെ ഭക്തിയെ മുഖ്യമന്ത്രി കളിയാക്കുകയാണെന്നും VD സതീശൻ പ്രതികരിച്ചു. ആഗോള അയ്യപ്പ സംഗമം വൻ പരാജയമെന്ന് രമേശ് ചെന്നിത്തല. 50 രാജ്യങ്ങളിൽ നിന്നും പ്രതിനിധികൾ വരുമെന്ന് പറഞ്ഞെങ്കിലും ആരും വന്നില്ല. അയ്യപ്പന്റെ അനിഷ്ടം ഈ പരിപാടിക്കുണ്ടായി. എന്നാൽ UDF ചോദിച്ച ഒന്നിനും മുഖ്യമന്ത്രി മറുപടി തന്നില്ല. ഒരു ചർച്ചയും നടക്കുന്നില്ലെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി. അയ്യപ്പന് പോലും സംഗമം ഇഷ്ടപ്പെട്ടില്ല. ശബരിമലയുടെ പുരോഗതിക്ക് വേണ്ടിയുള്ള ഒരു ചർച്ചയും ഉണ്ടായില്ല എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമം പരാജയമെന്ന BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. വിശ്വാസികൾ പരിപാടി ബഹിഷ്കരിച്ചു. കോവളം ബീച്ചിൽ വന്ന വിദേശികളെയാണ് പരിപാടിയിൽ പങ്കെടുപ്പിച്ചത്. മുഖ്യമന്ത്രി വിഡ്ഢിവേഷം കെട്ടിയെന്നും കൃഷ്ണദാസ് പറഞ്ഞു. ഇന്ത്യയുടെ പ്രധാന ശത്രു മറ്റു രാജ്യങ്ങളുടെ മേലുള്ള ആശ്രിതത്വമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കും തോറും ഇന്ത്യയുടെ പരാജയവും വർദ്ധിക്കുമെന്നും ഇത് മറികടക്കാൻ രാജ്യം ആത്മനിർഭറായി മാറണമെന്നും പ്രധാനമന്ത്രി ഗുജറാത്തിൽ പറഞ്ഞു. H1B വിസയുടെ വാർഷിക ഫീസ് $1 ലക്ഷം ഈടാക്കാനുള്ള വിജ്ഞാപനത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചതിന് പിന്നാലെയാണ് മോദിയുടെ പ്രതികരണം. ലോകത്ത് നമുക്കൊരു പ്രധാന ശത്രുവില്ല. നമ്മുടെ യഥാർത്ഥ ശത്രു മറ്റുള്ള രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നതാണെന്നും അദ്ദേഹം വിശദീകരിച്ചു. ഗുജറാത്തിൽ വിവിധ വികസന പദ്ധതികളുടെ തറക്കല്ലിടിയിൽ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ആഗോള സമാധാനത്തിനും സ്ഥിരതയ്ക്കും സമൃദ്ധിക്കും ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യം ആത്മനിർഭറായി മാറണമെന്നും മോദി പറഞ്ഞു. മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് തുടർന്നാൽ നമ്മുടെ ആത്മാഭിമാനത്തിന് ക്ഷതമേൽക്കും. മറ്റുള്ളവർക്ക് വേണ്ടി രാജ്യത്തെ 140 കോടി ജനങ്ങളുടെ ഭാവി ഇല്ലാതാക്കാനാകില്ലെന്നും മോദി പറഞ്ഞു. हमें दूसरे देशों पर अपनी निर्भरता लगातार कम करते जाना होगा और अब भारत को आत्मनिर्भर बनकर दुनिया के सामने मजबूती के साथ खड़ा होना ही होगा. भारत में सामर्थ्य की कोई कमी नहीं है, लेकिन आजादी के बाद कांग्रेस ने भारत के हर सामर्थ्य को नजरअंदाज किया. ഗുജറാത്തിൽ 34,200 കോടി രൂപയുടെ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കമിട്ടു. ഭാവ്നഗറിൽ നിന്നുമാണ് ഗുജറാത്തിലെ പ്രധാനമന്ത്രിയുടെ പര്യടനം ആരംഭിച്ചത്. ലോത്തലിൽ നിർമ്മിക്കുന്ന ദേശീയ സമുദ്ര പൈതൃക സമുച്ചയത്തിന്റെ ഭാഗമായി ഒരുക്കിയ മാതൃകയും പ്രധാനമന്ത്രി സന്ദർശിച്ചു. ഏകദേശം 4,500 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ദേശീയ സമുദ്ര പൈതൃക സമുച്ചയം 375 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്നതാണ്. കോൺഗ്രസ് സർക്കാരുകളുടെ നയങ്ങൾ രാജ്യത്തെ യുവാക്കൾക്ക് വലിയ ദോഷം വരുത്തിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. കോൺഗ്രസ് സർക്കാരുകൾ വിപണിയിൽ നിന്നും രാജ്യത്തെ ഒറ്റപ്പെടുത്തി. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയുടെ എല്ലാ സാധ്യതകളെയും കോൺഗ്രസ് അവഗണിച്ചു. സ്വാതന്ത്ര്യം ലഭിച്ച് 7 പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇന്ത്യ അർഹിക്കുന്ന വിജയം നേടിയിട്ടില്ലെന്നും മോദി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. അമേരിക്കയിലെ ഇന്ത്യൻ ടെക്കികൾക്ക് തിരിച്ചടി. H1B വിസ അപേക്ഷകൾക്കുള്ള ഫീസ് ഉയർത്തിക്കൊണ്ടുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം നാളെ മുതൽ പ്രാബല്യത്തിൽ. H1B വിസക്കാർ നാളെ തിരിച്ചെത്തണമെന്ന് കമ്പനികൾ വ്യക്തമാക്കി. വിദേശികളായ വിദഗ്ധ തൊഴിലാളികൾക്കായുള്ള H1B വിസയിൽ നിരവധി ഇന്ത്യക്കാർ US പ്രമുഖ കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട്. H1B വിസ അപേക്ഷകർക്കുള്ള ഫീസ് നിരക്ക് $1 ലക്ഷം ഉയർത്തിയത് ടെക് കമ്പനികൾക്ക് വലിയ തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. നിലവിൽ 1,700-നും 4,500-നും ഫീസ്. ഇന്ത്യൻ IT പ്രൊഫഷണലുകൾക്കും ചെറുകിട കമ്പനികൾക്കും താങ്ങാനാകാത്ത ഫീസാണിത്. വിദേശികളായ വിദഗ്ധ തൊഴിലാളികൾക്കായുള്ള H1B വിസയിൽ നിരവധി ഇന്ത്യക്കാർ US പ്രമുഖ കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട്. കുടിയേറ്റം നിയന്ത്രിക്കാനുള്ള നടപടികളുടെ ഭാഗമായാണ് നിരക്ക് വർധനവ്. US തൊഴിലാളികളെ സംരക്ഷിക്കുമെന്നും വേതന നിലവാരം ശക്തിപ്പെടുത്തുമെന്നും H1B പ്രക്രിയയിലെ പഴുതുകൾ അടയ്ക്കുമെന്നും ട്രംപ് ഭരണകൂടം കണക്കുകൂട്ടുന്നു. ഫീസ് ഉയർത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനത്തിന് പിന്നാലെ US പുറത്തുനിന്നുള്ളവർ നാളെ അമേരിക്കൻ സമയം രാത്രി 12:01 മുമ്പായി രാജ്യത്ത് തിരികെ പ്രവേശിക്കണമെന്ന നിർദ്ദേശവുമുണ്ട്.
വൈദഗ്ധ്യം ആവശ്യമുള്ള തൊഴിൽ മേഖലകളിൽ വിദേശ തൊഴിലാളികളെ നിയമിക്കാൻ അനുവദിക്കുന്ന നോൺ ഇമിഗ്രന്റ് വിസയാണ് H1B വിസ. വിവരസാങ്കേതിക വിദ്യ, എഞ്ചിനീയറിംഗ്, ശാസ്ത്രം, ഫിനാൻസ്, വൈദ്യശാസ്ത്രം തുടങ്ങിയ തൊഴിൽ മേഖലകളിലാണ് ഇത് ഉപയോഗിക്കുന്നത്. അമേരിക്കയിലെ തൊഴിലുടമയാണ് ഈ വിസയ്ക്ക് അപേക്ഷിക്കുന്നത്. തൊഴിലാളികൾക്ക് ഇത് അപേക്ഷിക്കാൻ കഴിയില്ല. വിസ ലഭിക്കുന്നതിനായി US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസിലാണ് അപേക്ഷ നൽകേണ്ടത്. 3 വർഷത്തെ കാലാവധിയാണ് H1B വിസയ്ക്കുള്ളത്. ഇത് നീട്ടാൻ സാധിക്കും. H1B വിസകൾ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഇന്ത്യക്കാർക്കാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ കനത്ത തിരിച്ചടി ലഭിക്കുന്നതും ഇന്ത്യക്കാർക്ക് തന്നെയാകുമെന്നാണ് വിലയിരുത്തൽ. 2020 മുതൽ 2023 കാലയളവിൽ ആകെ അനുവദിച്ച H1B വിസകളുടെ 73% ഇന്ത്യക്കാരായിരുന്നു. ന്യൂസ് ഡെസ്ക് അമൃത TV. ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം മോഹൻലാലിന്. തലമുറകളെ പ്രചോദിപ്പിക്കുന്ന സിനിമാ യാത്രയാണ് മോഹൻലാലിൻ്റേതെന്നാണ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം വിശേഷിപ്പിച്ചത്. 2023 പരമോന്നത പുരസ്കാരമാണ് നടന് ലഭിച്ചത്. ചൊവ്വാഴ്ച ദേശീയ ചലച്ചിത്ര പുരസ്കാര വേദിയിൽ വെച്ച് മോഹൻലാലിന് അവാർഡ് സമ്മാനിക്കും. തലമുറകളെ പ്രചോദിപ്പിക്കുന്ന സിനിമാ യാത്രയാണ് മോഹൻലാലിൻ്റേതെന്നാണ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം പുരസ്കാരം പ്രഖ്യാപിച്ച് വിശേഷിപ്പിച്ചത്. നടനും സംവിധായകനും നിർമ്മാതാവുമായ മോഹൻലാലിനെ ആദരിക്കുന്നുവെന്നും അദ്ദേഹത്തിന്റെ അതുല്യമായ പ്രതിഭ, വൈദഗ്ധ്യം, കഠിനാധ്വാനം തുടങ്ങിയവ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ സുവർണസ്ഥാനം നേടിയെന്നും കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പ്രസ്താവനയിലുണ്ട്. സിനിമാ മേഖലയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം. അഭിനയം, നിർമ്മാണം, സംവിധാനം തുടങ്ങി സിനിമയുടെ എല്ലാ മേഖലകളിലും നൽകിയ സംഭാവനകൾ പുരസ്കാരത്തിന് പരിഗണിച്ചു. 75ാമത് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം 2023 പരമോന്നത പുരസ്കാരമാണ് ലഭിച്ചിരിക്കുന്നത്. അടൂർ ഗോപാലകൃഷ്ണന് ശേഷം ആദ്യമായാണ് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം മലയാളത്തിലേക്ക് എത്തുന്നത്. സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും നിരവധി പുരസ്കാരങ്ങൾ നേടിയ മോഹൻലാലിന് ഇന്ത്യൻ ചലച്ചിത്രങ്ങൾക്ക് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് 2001 പത്മശ്രീ പുരസ്കാരവും 2019 പത്മഭൂഷൺ ബഹുമതിയും നൽകി ആദരിച്ചിട്ടുണ്ട്. 2009 ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി നൽകുകയും ചെയ്തു. മലയാള സിനിമാ മേഖലയിൽ കഴിഞ്ഞ 4 പതിറ്റാണ്ടായി നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യമാണ് നടൻ മോഹൻലാലിൻ്റേത്. നിരവധി പേരാണ് മലയാളത്തിന്റെ പ്രിയതാരത്തിന് ആശംസകൾ അറിയിച്ചത്. സെപ്റ്റംബർ 23 നടക്കുന്ന 71ാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് ദാന ചടങ്ങിൽ അവാർഡ് സമ്മാനിക്കും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് രാജ്യം നൽകുന്ന പരമോന്നത ബഹുമതിയായ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച പ്രിയ മോഹൻലാലിന് അഭിനന്ദനങ്ങൾ നേരുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മലയാള ചലച്ചിത്ര മേഖലയ്ക്ക് മാത്രമല്ല നാടിനാകെ അഭിമാനം പകരുന്ന നേട്ടമാണിത്. അനുഭവമായ കലാജീവിതത്തിന് അർഹിക്കുന്ന അംഗീകാരമാണ് ലഭിച്ചിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കി. തന്നോടൊപ്പം നടന്നവർക്കും നടക്കുന്നവർക്കും ഇനി നടക്കാൻ പോകുന്നവർക്കും ഈ പുരസ്കാരം സമർപ്പിക്കുന്നുവെന്നും സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിക്കും ദൈവത്തിനും പുരസ്കാര നേട്ടത്തിൽ നന്ദി അറിയിക്കുന്നതായും മോഹൻലാൽ അമൃത ന്യൂസിനോട് പ്രതികരിച്ചു. എന്താണ് അതിന് എന്താ പറയണ്ടത്? അങ്ങനെ ആരോട് നന്ദി പറയണം? ഈശ്വരനോട് നന്ദി പറയുന്നു, ആ ജൂറിയോട് നന്ദി പറയുന്നു, ഇന്ത്യൻ ഗവൺമെന്റിനോട് നന്ദി പറയുന്നു, എന്നെ ഞാനാക്കി മാറ്റിയ ഓരോ പ്രേക്ഷകരോട് നന്ദി പറയുന്നു. മലയാള സിനിമയ്ക്ക് ഏറ്റവും വലിയൊരു അഭിമാനമാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. എന്റെ കൂടെ സഞ്ചരിക്കുന്ന ഇനി സഞ്ചരിക്കാൻ പോകുന്ന എല്ലാവർക്കും, ഒരുപാട് പേർക്ക്, എന്റെ പ്രേക്ഷകർക്ക് എല്ലാവർക്കുമായിട്ട് ഞാൻ ഈ അംഗീകാരം പങ്കുവെക്കുകയാണ്. എന്റെ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച സംവിധായകരും എഴുത്തുകാരും എന്നോട് ഒപ്പം അഭിനയിച്ച ആൾക്കാരും തന്നെയാണ് അവരോടാണ് ഞാൻ എന്റെ നന്ദി അറിയിക്കേണ്ടത്. ഒരാൾ തനിച്ചൊരാളല്ലേ. ഇത് എന്നെ എത്രയോ ആൾക്കാരുടെ സംരക്ഷണത്തിലാണ് ഒരു സിനിമ ഉണ്ടാകുന്നത്. അപ്പൊ അവരോടൊക്കെയുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. എന്റെ മാതാപിതാക്കളോടുള്ള നന്ദി ഞാൻ പറയുന്നു. എന്റെ കുടുംബത്തോടുള്ള നന്ദി പറയുന്നു. സകല മലയാളികളും മലയാള സിനിമയെ, മലയാള ഭാഷയെ സ്നേഹിക്കുന്ന എല്ലാവർക്കുമായിട്ടുള്ള ഒരു അംഗീകാരമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. മാതാ അമൃതാനന്ദമയി അമ്മയോട് ഞാൻ നന്ദി പറയുന്നു. 48 വർഷത്തെ എന്റെ സിനിമാ ജീവിതം അതായിരിക്കാം. അതിനോടുള്ള ഒരു എന്താ പറയുന്ന ഒരു വളരെ സിൻസിയർ ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരിക്കാം. അതിനെ ഒരു പാഷൻ ആയിരിക്കാം. ഞാൻ അതിനെ ഡിസെക്ട് ചെയ്തൊന്നും പറയുന്നില്ല, അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നില്ല. ഈശ്വരന് ഞാനിപ്പോ ഈ സമയത്ത് നന്ദി പറയുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലർ K. അനിൽകുമാർ മരിച്ച നിലയിൽ സഹകരണ സംഘത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഒറ്റയ്ക്കായി പോയെന്ന ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തു. സഹകരണ സംഘത്തിലെ പ്രതിസന്ധി അനിൽകുമാർ സൂചിപ്പിച്ചിരുന്നതായി മേയർ ആര്യ രാജേന്ദ്രൻ പ്രതികരിച്ചു. സംസ്കാരം നാളെ ഉച്ചയ്ക്ക് നടക്കും.
തിരുമല BJP കൗൺസിലർ K. അനിൽകുമാറിനെയാണ് കൗൺസിലർ ഓഫീസിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യാക്കുറിപ്പ് സമീപത്തു നിന്നും കണ്ടെടുത്തു. മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നതായി കുറിപ്പിൽ പറയുന്നു. താനും കുടുംബവും ഒരു പൈസ പോലും എടുത്തിട്ടില്ലെന്നും പറയുന്നുണ്ട്. ഫാം സൊസൈറ്റിയിൽ 6 കോടിയിലധികം രൂപ വായ്പ നൽകിയിട്ടുണ്ട്. ചില സാമ്പത്തിക പ്രശ്നങ്ങൾ ബാങ്കിന് ഉണ്ടായതിനാൽ നിക്ഷേപകർ പണം തിരികെ ആവശ്യപ്പെട്ടിരുന്നു. പണം തിരികെ നൽകാതായപ്പോൾ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും അനിൽകുമാറിനെ പോലീസ് വിളിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് യാതൊരു ക്രമക്കേടും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് BJP ജില്ലാ നേതൃത്വം പറയുന്നു. ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമകരമായിട്ടുള്ള ഒരു വേർപാടാണ് എന്ന് ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. പക്ഷേ മാനസികമായി അദ്ദേഹത്തിൻ്റെ ഒരു അഭിമാനത്തിൻ്റെ ഒരു പ്രശ്നമാണ്, അദ്ദേഹത്തിന് ഒരു മനുഷ്യനുണ്ടാകുന്ന ഒരു അഭിമാനത്തിൻ്റെ ഒരു പ്രശ്നമാണ് അദ്ദേഹത്തിന് ഇത് ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പാർട്ടി അദ്ദേഹത്തെ കൈവിട്ടിട്ടില്ല, അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് നല്ലതായിട്ടുള്ള അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അവസാന നിമിഷം വരെയും ഇന്നലെ വരെയും അദ്ദേഹത്തോട് നമ്മൾ സംസാരിച്ചിരുന്നു. പക്ഷേ ഇത്രയും ഒരു സാഹസത്തിലേക്ക് അദ്ദേഹം മുതിരുമെന്നുള്ള ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല. അതേസമയം സഹകരണ സംഘത്തിലെ പ്രതിസന്ധി അനിൽകുമാർ സൂചിപ്പിച്ചിരുന്നതായി മേയർ ആര്യ രാജേന്ദ്രനും പ്രതികരിച്ചു. ഇതിനിടെ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ കൗൺസിലർ ഓഫീസിലെത്തിയ മാധ്യമപ്രവർത്തകർക്ക് നേരെ BJP പ്രവർത്തകരുടെ കയ്യേറ്റവും ഉണ്ടായി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. BJP തിരുവനന്തപുരം സിറ്റി ജില്ലാ ജനറൽ സെക്രട്ടറിയും തിരുമല വാർഡ് കൗൺസിലറുമായ അനിലിന്റെ മൃതദേഹം തിരുവനന്തപുരം കോർപ്പറേഷൻ ഓഫീസിന് പൊതുദർശനത്തിൽ വെച്ചു. 4:30 പൊതുദർശനം. മേയർ ആര്യ രാജേന്ദ്രൻ, മന്ത്രി V. ശിവൻകുട്ടി, VK പ്രശാന്ത് MLA, കോർപ്പറേഷൻ കൗൺസിലർമാർ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു. തുടർന്ന് മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. നാളെ രാവിലെ 9 മണിക്ക് BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനമുണ്ടായിരിക്കും. തുടർന്ന് 1 മണിയോടെ മൃതദേഹം ശാന്തി കവാടത്തിൽ സംസ്കരിക്കും. ഗൾഫ് വാർത്തകൾ നോക്കാം. കുവൈറ്റിൽ അന്താരാഷ്ട്ര ഓൺലൈൻ ചൂതാട്ട സംഘത്തെ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ പിടികൂടി. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നതുമായി നേരിട്ട് ബന്ധമുള്ള 6 ഈജിപ്തുകാരെയും 1 സിറിയക്കാരെയും അറസ്റ്റ് ചെയ്തു. പൊതുവ്യാപാര സ്ഥാപനങ്ങൾ, ഡെലിവറി കമ്പനികൾ, ഹെൽത്ത് സലൂണുകൾ, പെർഫ്യൂം ഷോപ്പുകൾ എന്നിവയുൾപ്പെടെ നിരവധി വാണിജ്യ മേഖലകളെ നെറ്റ്വർക്ക് ചൂഷണം ചെയ്തതായി അന്വേഷണത്തിൽ കണ്ടെത്തി. തുർക്കിയിൽ താമസിക്കുന്ന ഒരു ഇടനിലക്കാരൻ വഴി വിദേശത്തു നിന്നും ഫണ്ട് വഴി പണം വെളുപ്പിക്കൽ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നതായും ഓരോ തവണയും 25,000 ദിനാർ വരെ കൈമാറ്റം ചെയ്തതായും കണ്ടെത്തി. 1,53,837 കുവൈറ്റ് ദിനാർ ഈ ഇടപാടിൽ പിടികൂടി. സൗദിയിൽ അതിവേഗതയുള്ള ഫൈബർ ഒപ്റ്റിക് ഇന്റർനെറ്റ് കണക്ഷൻ പ്രത്യേക ഓഫറിൽ നടക്കുന്ന പാക്കേജ് STC പുറത്തിറക്കി. ബൈത്തി ബേസിക് എന്ന് പേരിട്ട പാക്കേജിൽ സെക്കൻഡിൽ 300 MB വരെ ഡൗൺലോഡ് സ്പീഡും 100 MB വരെ അപ്ലോഡ് സ്പീഡും ലഭിക്കും. പാക്കേജിൽ വരിചേരുന്ന ഉപഭോക്താക്കൾക്ക് മൊബൈൽ ഫോണുകൾക്കുള്ള STC TV ആപ്പും ഉപയോഗിക്കാൻ കഴിയും. ഈ പാക്കേജിൽ ഓഫർ കാലത്ത് പ്രതിമാസം മൂല്യവർദ്ധിത നികുതി ഉൾപ്പെടെ 172.5 റിയാലാണ് നിരക്ക്. 24 മാസമാണ് ഓഫർ കാലാവധി. ഇതിനുശേഷം യഥാർത്ഥ നിരക്കായ 287.5 റിയാൽ നിരക്ക് നൽകേണ്ടി വരും. ഓഫർ ലഭിക്കാൻ കമ്പനിയുമായി 12 മാസത്തെ കരാർ ഒപ്പുവെക്കണം. 14ാമത് ഏകതാ നവരാത്രി സംഗീത മണ്ഡപ സംഗീതോത്സവം സെപ്റ്റംബർ 26, 27, 28 തീയതികളിലായി ഷാർജ ലുലു സെൻട്രൽ മാളിലെ ഹാളിൽ വെച്ച് നടക്കും. എല്ലാ ദിവസവും രാവിലെ 8 മുതൽ വൈകിട്ട് 10 മണി വരെ തുടർച്ചയായി സംഗീതാർച്ചനകൾ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഞായറാഴ്ച നടക്കുന്ന സമാപന സദസ്സിൽ ഈ വർഷത്തെ ഏകതാ പ്രവാസി സംഗീത ഭാരതി പുരസ്കാര സമർപ്പണം നടക്കും. പ്രമുഖ സംഗീതജ്ഞൻ ചെങ്കോട്ടെ ഹരിഹര സുബ്രഹ്മണ്യ അയ്യർക്കാണ് ഈ വർഷത്തെ പുരസ്കാരം. ഗായകൻ വിവേകാനന്ദ, ഗായിക അഭിരാമി അജയ്, ഹിന്ദുസ്ഥാനി സംഗീതജ്ഞ പ്രിയങ്ക രാമൻ എന്നിവർ 3 ദിവസങ്ങളായി സംഗീതാർച്ചനകൾ അവതരിപ്പിക്കും. യുഎയിലെ ഏറ്റവും വലിയ പ്രവാസി സംഘടനയായ ഫ്രണ്ട്സ് ഓഫ് ഇന്ത്യ ഒരുക്കുന്ന വിദ്യാരംഭം വിജയദശമി ദിനമായ ഒക്ടോബർ 2 ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ഹാളിൽ നടക്കും. അമൃത TVയുടെ സഹകരണത്തോടെയാണ് എഴുത്തിനിരുത്തൽ ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. തിരുവനന്തപുരം സംസ്കൃത കോളേജ് മുൻ പ്രിൻസിപ്പാൾ ഡോക്ടർ K. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, ആധ്യാത്മിക ആചാര്യൻ RV വെങ്കടേശൻ എന്നിവരാണ് മുഖ്യ ആചാര്യന്മാർ. രാവിലെ 7 മണി മുതൽ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0529906235 എന്നീ നമ്പറിൽ ബന്ധപ്പെടാം. കുവൈറ്റിൽ വ്യാജ മെഡിക്കൽ റിപ്പോർട്ടുകൾ ഉപയോഗിച്ച് ഭിക്ഷാടനം നടത്തിയ 2 പ്രവാസികളെ അറസ്റ്റ് ചെയ്തു. അന്വേഷണത്തിൽ ഒരാൾക്ക് അർബുദ രോഗമുണ്ടെന്ന് കള്ളം പറഞ്ഞാണ് ഇവർ പണം പിരിച്ചെടുത്തിരുന്നത്. സുരക്ഷാ അധികൃതർ നടത്തിയ പരിശോധനയിൽ വ്യാജ മെഡിക്കൽ റിപ്പോർട്ടും വലിയ തുകയുമുള്ള പണവും കണ്ടെടുത്തു. മിഷറഫ് മേഖലയിൽ ദേശീയ വസ്ത്രം ധരിച്ച് 2 പേർ പതിവായി ഭിക്ഷാടനം നടത്തുന്നുവെന്ന ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഓപ്പറേഷൻസ് റൂമിൽ നിരവധി പരാതികൾ ലഭിച്ചിരുന്നു. ഇവർ സാധാരണയായി ഭിക്ഷാടനം നടത്തുന്നത് സ്വകാര്യ താമസ സ്ഥലങ്ങളിൽ വെച്ചാണ്. ഇതിൽ ഒരാൾ ക്യാൻസർ രോഗം ബാധിച്ചയാളാണെന്നും ചികിത്സയ്ക്ക് പണമില്ലെന്നും പറഞ്ഞാണ് പണം വാങ്ങിയിരുന്നത്.
മുൻ മുഖ്യമന്ത്രി മുസ്ലിം ലീഗ് നേതാവുമായിരുന്ന CH മുഹമ്മദ് കോയയുടെ സ്മരണയ്ക്കായി ദുബായ് KMCC കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ 6ാമത് CH രാഷ്ട്രസേവാ പുരസ്കാരം മുസ്ലിം ലീഗ് ദേശീയ പ്രസിഡന്റും മുൻ പാർലമെന്ററിയനുമായ പ്രൊഫസർ KM ഖാദർ മൊയ്തീൻ സാഹിബിന് ET മുഹമ്മദ് ബഷീർ MP ചെയർമാനായുള്ള ജൂറിയാണ് അവാർഡ് ജേതാവിനെ തിരഞ്ഞെടുത്തത്. ഒക്ടോബർ 4-ന് ദുബായ് ഇറാനിയൻ ക്ലബ്ബിൽ നടക്കുന്ന CH ഇന്റർനാഷണൽ സമ്മിറ്റിൽ വെച്ച് അവാർഡ് സമ്മാനിക്കും. മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി CK സുബൈർ, അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ഫൈസൽ ബാബു, ദുബായ് KMCC പ്രസിഡന്റ് ഡോക്ടർ അൻവർ അമീൻ, ജൂറി അംഗം PA സൽമാൻ ഇബ്രാഹിം എന്നിവർ ഉൾപ്പെടെ KMCC നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ലോകത്ത് അറിയപ്പെടുന്ന മീഡിയ കമ്പനിയായ MBC ഗ്രൂപ്പിന്റെ 54% ഓഹരികൾ സൗദി പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് സ്വന്തമാക്കി. MBC ഗ്രൂപ്പിൽ ഇസ്തിദാമ ഹോൾഡിംഗ് കമ്പനിയുടെ ഉടമസ്ഥതയുള്ള 17.955 കോടി ഓഹരികളാണ് പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ഏറ്റെടുത്തത്. ഇത് MBC ഗ്രൂപ്പിന്റെ ഓഹരി മൂലധനത്തിന്റെ 54%. ഓഹരി ഒന്നിന് 41.60 സൗദി റിയാൽ വില നിശ്ചയിച്ച് 2024 നവംബർ 1-ന് 746.9 കോടി സൗദി റിയാലിന് എംബസി ഗ്രൂപ്പിന്റെ 17.955 കോടി ഓഹരികൾ വാങ്ങാൻ PIF-ഉം ഇസ്തിദാമ ഹോൾഡിംഗ് കമ്പനിയും കരാർ ഒപ്പുവച്ചിരുന്നു. ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്നും ആവശ്യമായ എല്ലാ അനുമതികളും ലഭിച്ചതിനെ തുടർന്ന് ഇരു കക്ഷികളും ഇടപാട് പൂർത്തിയാക്കുകയായിരുന്നു. ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ഖുറാൻ പഠിതാക്കളുടെ കുടുംബസംഗമം വിപുലമായ രീതിയിൽ സംഘടിപ്പിക്കുന്നു. ഒക്ടോബർ 3-ന് വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് മക്ക എക്സ്പ്രസ് റോഡിലുള്ള ക്യൂൻ നൈറ്റ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് കുടുംബസംഗമം സംഘടിപ്പിക്കുന്നത്. പരിപാടിയിൽ പ്രമുഖ പണ്ഡിതൻ അഹമ്മദ് അനസ് മൗലവി, ഡോക്ടർ അലി അക്ബർ ഇരുവേറ്റി എന്നിവർ പങ്കെടുക്കും. അബ്ബാസ് ചെമ്പൻ ചെയർമാൻ, ഷൈഖ് അബ്ദുറഹ്മാൻ ഫ്ലും, മുഹമ്മദ് അലി VP, അർഷദ് നിഷാദ് VT തുടങ്ങിയവർ രക്ഷാധികാരികളായി സ്വാഗത സംഘം രൂപീകരിച്ചു. കമ്മിറ്റി രൂപീകരണ യോഗത്തിൽ ഷിഹാബ് സലഫി, നൂരിഷ വള്ളിക്കുന്ന് തുടങ്ങിയവർ സംസാരിച്ചു. സംഗമത്തിൽ കുട്ടികൾക്കായുള്ള കളറിംഗ്, പെൻസിൽ ഡ്രോയിങ്, കാലിഗ്രഫി എന്നിവയിൽ മത്സരങ്ങൾ ഉണ്ടായിരിക്കും. പെൺകുട്ടികൾക്ക് മാത്രമായുള്ള കാലിഗ്രഫിയെക്കുറിച്ചുള്ള ഒരു വർക്ക്ഷോപ്പും സംഘടിപ്പിക്കുന്നുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കേരള നിയമസഭയുടെ മുൻ സ്പീക്കർ KM സീതി സാഹിബിന്റെ പേരിൽ കുവൈറ്റ് KMCC തൃശൂർ ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ 2ാമത് അവാർഡുകൾ പ്രഖ്യാപിച്ചു. ആരോഗ്യ മേഖലയിൽ കുവൈറ്റി പൗരനായ ഡോക്ടർ മുസ്തഫ സയ്യിദ് അഹമ്മദ് അൽ മൗസവിയും, ജീവകാരുണ്യ മേഖലയിൽ ഡോക്ടർ ബോബി ചെമ്മണ്ണൂരും, ബിസിനസ് മേഖലയിൽ പ്രമുഖ പ്രവാസി മലയാളി സിഷോർ മുഹമ്മദ് അലിയും അവാർഡിന് അർഹരായി. 3.5 പതിറ്റാണ്ടായി ഖത്തറിൽ വ്യാപാര പ്രവർത്തനം നടത്തുന്ന സിഷോർ മുഹമ്മദ് അലിയുടെ സത്യസന്ധതയും സഹജീവി സ്നേഹവും മാതൃകാപരമാണെന്ന് ജൂറി വിലയിരുത്തി. അവയവ മാറ്റിവെക്കൽ കേന്ദ്രത്തിന്റെ ചെയർമാനായ ഡോക്ടർ മുസ്തഫ സയ്യിദ് കുവൈറ്റിലെ അറിയപ്പെടുന്ന ആരോഗ്യ പ്രവർത്തകനാണ്. സൗദി ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി യാചകയാത്ര നടത്തിയതിനടക്കമുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ഡോക്ടർ ബോബി ചെമ്മണ്ണൂരിന്റെ അവാർഡിന് അർഹനാക്കിയതെന്ന് സംഘാടകർ അറിയിച്ചു. ഒക്ടോബർ 3-ന് നടക്കുന്ന കുവൈറ്റ് KMCC തൃശൂർ ജില്ലാ സമ്മേളനത്തിൽ പാണക്കാട് സാദിഖ് അലി, മുനവർ അലി തങ്ങൾ പുരസ്കാരങ്ങൾ സമ്മാനിക്കുമെന്ന് കുവൈറ്റ് KMCC തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഹബീബുള്ള മുറ്റിച്ചൂർ, ജനറൽ സെക്രട്ടറി മുഹമ്മദ് അലി ചെറുതുരുത്തി, ട്രഷറർ അസീസ് പാടൂർ എന്നിവർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ ജന്മദിനാഘോഷങ്ങളോടനുബന്ധിച്ച് സാമൂഹിക സേവനം മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളിലൂടെ മാതൃകയാകുകയാണ് മാതാ അമൃതാനന്ദമയി മഠം. അമ്മയുടെ 72ാം ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി ലോക ശുചീകരണ ദിനമായ ഇന്ന് മെഗാ ശുചീകരണ യജ്ഞം നടന്നു. ലോകമെമ്പാടുമുള്ള അമ്മയുടെ സ്ഥാപനങ്ങളുടെയും ആശ്രമങ്ങളുടെയും നേതൃത്വത്തിൽ നടന്ന ശുചീകരണ യജ്ഞത്തിൽ പൊതുജനങ്ങളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. പൊതുസ്ഥലങ്ങളിലെ മാലിന്യ പ്രശ്നങ്ങൾക്ക് പരിഹാരവുമായാണ് ലോക ശുചീകരണ ദിനത്തിൽ മെഗാ ശുചീകരണ യജ്ഞവുമായി അമൃതാനന്ദമയി മഠം മുന്നിട്ടിറങ്ങിയത്. ആശ്രമത്തിലെ സന്യാസിമാരും ബ്രഹ്മചാരിണിമാരും ഉൾപ്പെടെ നിരവധി പേർ ശുചീകരണ യജ്ഞത്തിൽ പങ്കാളികളായി. അമ്മ പങ്കുവച്ച ആശയത്തിലൂടെ സമൂഹ നന്മ ഉറപ്പുവരുത്താനും ഒപ്പം മനുഷ്യ മനസ്സുകളിൽ ശുചിത്വ ബോധവൽക്കരണം നടത്താനും ഇത്തരം യജ്ഞങ്ങൾ ഏറെ പ്രയോജനകരമാണെന്ന് സ്വാമി ഗുരുപാദാശ്രിതാനന്ദപുരി പറഞ്ഞു. ഇതിൽ പങ്കെടുക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാകുന്നുണ്ട്. മനുഷ്യൻ്റെ മനസ്സിലാണ് ഈ പരിവർത്തനം വരേണ്ടത്. അമ്മ പറയാറുണ്ട്, പരിസ്ഥിതിയല്ല മനസ്ഥിതിയാണ് മാറേണ്ടത്. മനസ്ഥിതി മാറുമ്പോൾ സ്വാഭാവികമായിട്ട് അത് പരിസ്ഥിതിയിൽ പ്രതിഫലിക്കും. ആലപ്പുഴ, കൊല്ലം ജില്ലകളിലായി ആശ്രമത്തിൻ്റെ സമീപ പ്രദേശങ്ങളായ ക്ലാപ്പന, കുലശേഖരപുരം, ആലപ്പാട്, ആറാട്ടുപുഴ എന്നീ പഞ്ചായത്തുകളിലെ വിവിധ കേന്ദ്രങ്ങളിലാണ് ആശ്രമ അന്തേവാസികൾ, വിദ്യാർത്ഥികൾ, അധ്യാപകർ, പ്രദേശവാസികൾ എന്നിവരടങ്ങുന്ന സംഘത്തിന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനം നടത്തിയത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മെഗാ ശുചീകരണ യജ്ഞത്തിന് പിന്തുണയുമായി എത്തി. ശുചിത്വ മിഷനും ഹരിത കേരള മിഷനും വ്യാപാരി വ്യവസായി സംഘടനകളും ഒത്തുചേർന്നപ്പോൾ
സമ്പൂർണ്ണ ശുചിത്വം എന്ന അമ്മയുടെ ആശയം കൂടുതൽ ജനകീയമായി. ശുചീകരണ യജ്ഞത്തിന്റെ ഭാഗമായി വിവിധ സ്ഥലങ്ങളിൽ സംഘം വൃക്ഷത്തൈകളും നട്ടുപിടിപ്പിച്ചു. വിവിധ കേന്ദ്രങ്ങളിലായി നടന്ന ശുചീകരണ യജ്ഞത്തിന്റെ സമാപനം കൊല്ലം ജില്ലയിൽ വള്ളിക്കാവ് ടൗണിലും ആലപ്പുഴ ജില്ലയിൽ അഴീക്കൽ ലൈറ്റ് ഹൗസ് പരിസരത്തും നടന്നു. ആലപ്പുഴ ജില്ലയിൽ അഴീക്കലിൽ അമൃത വിശ്വവിദ്യാപീഠം പ്രൊവോസ്റ്റ് ഡോക്ടർ മനീഷ വി രമേശ്, എഞ്ചിനീയറിംഗ് വിഭാഗം അസോസിയേറ്റ് ഡീൻ ഡോക്ടർ SN ജ്യോതി എന്നിവർ വിഷയാവതരണം നടത്തി. മാതാ അമൃതാനന്ദമയി മഠം പ്രതിനിധികളായ സ്വാമി തപസ്യാമൃതാനന്ദപുരി, സ്വാമി ഗുരുപാദാശ്രിതാനന്ദപുരി, സ്വാമിനി സിദ്ധാമൃത പ്രാണ, ബ്രഹ്മചാരി വിശ്വനാഥാമൃത ചൈതന്യ, ബ്രഹ്മചാരിണി ദീപ്തി എന്നിവർ ശുചീകരണ യജ്ഞത്തിന് നേതൃത്വം നൽകി. വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഹരിത കേരളം മിഷൻ, ശുചിത്വ മിഷൻ പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. ശുചീകരണ യജ്ഞത്തിന്റെ ഭാഗമായി ശുചിത്വമുള്ളൊരു നാടിനായി ശുചിത്വ പ്രതിജ്ഞയെടുത്തു. വിവിധ ഭാഗങ്ങളിലായി നടന്ന ശുചീകരണ യജ്ഞത്തിൽ 50,000-ലധികം വരുന്ന അമ്മയുടെ മക്കൾ പങ്കാളികളായി. അമൃത ന്യൂസ്, കൊല്ലം. മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ ഈ വർഷത്തെ അമൃതകീർത്തി പുരസ്കാരത്തിന് പ്രശസ്ത നോവലിസ്റ്റും കഥാകാരനും തിരക്കഥാകൃത്തും പ്രഭാഷകനുമായ PR നാഥൻ അർഹനായി. 1,23,456 രൂപയും ആർട്ടിസ്റ്റ് നമ്പൂതിരി രൂപകൽപ്പന ചെയ്ത സരസ്വതി ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. നോവലിസ്റ്റ്, തിരക്കഥാകൃത്ത്, നാടകകൃത്ത്, ചെറുകഥാകൃത്ത്, യാത്രാവിവരണ എഴുത്തുകാരൻ, പ്രഭാഷകൻ എന്നീ നിലകളിൽ പ്രശസ്തനാണ് PR നാഥൻ. മാതാമൃതാനന്ദമയി ദേവിയുടെ 72ാം പിറന്നാൾ ദിനമായ സെപ്റ്റംബർ 27-ന് കൊല്ലം അമൃതപുരി അമൃത വിശ്വവിദ്യാപീഠം ക്യാമ്പസിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. ആധ്യാത്മിക, വൈജ്ഞാനിക, ശാസ്ത്രരംഗങ്ങളിലെ പ്രഗത്ഭർക്ക് 2001 മുതൽ അമൃതകീർത്തി പുരസ്കാരം നൽകിവരുന്നു. സ്വാമി അമൃത സ്വരൂപാനന്ദപുരി അധ്യക്ഷനും ഡോക്ടർ KS രാധാകൃഷ്ണൻ, ഡോക്ടർ M ലക്ഷ്മി കുമാരി, P നാരായണക്കുറുപ്പ്, സ്വാമി തുര്യ അമൃതാനന്ദപുരി എന്നിവർ അംഗങ്ങളുമായുള്ള കമ്മിറ്റിയാണ് പുരസ്കാര നിർണയം നടത്തിയത്. തത്വചിന്താപരമായ രചനകളിലൂടെ മലയാള സാഹിത്യത്തെ ദാർശനിക തലത്തിലേക്ക് ഉയർത്തിയ കലാകാരനാണ് PR നാഥനെന്നും എഴുത്തിൽ നന്മയും സ്നേഹവും മാത്രമാണ് അദ്ദേഹം ഇതിവൃത്തമാക്കിയതെന്നും ആ സന്ദേശത്തിനാണ് പുരസ്കാരമെന്നും മാതാ അമൃതാനന്ദമയി മഠം ട്രസ്റ്റി സ്വാമി തുര്യ അമൃതാനന്ദപുരി പറഞ്ഞു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.